അവരുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. നല്ല രീതിയിലുള്ള ഉച്ചഭക്ഷണം നൽകുന്നതിൽ, ദിനാചരണ ആഘോഷവേളകളിൽ, സ്പെഷ്യലരി വിതരണ സമയത്ത് കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം തുണി മുറിച്ചു നൽകുന്നതിൽ, രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകുന്നതിൽ തുടങ്ങിയ വിദ്യാലയ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും നിസ്വാർത്ഥമായ സേവനങ്ങൾ വിദ്യാലയത്തിന് ചെയ്തു തരുന്ന PTA, മദർ PTA ആണ് വിദ്യാലയത്തിനുള്ളത്. ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായും ഭംഗിയായും ചെയ്ത് വിജയത്തിലെത്തിക്കാൻ കഴിവുള്ള PTA പ്രസിഡന്റ് വിദ്യാലയത്തിൻ്റെ നേട്ടം തന്നെയാണ്. ഈ വർഷം പ്രീ പ്രൈമറി മുതൽ 7 വരെ ക്ലാസ്സുകളിലായി 475ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 28 അധ്യാപകരും ഒരു പ്യൂണും വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നു. പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഒരു അധ്യാപികയും ഒരു ആയയുമുണ്ട്. 1-2 ക്ലാസ്സുകളിൽ ഒരു ഡിവിഷൻ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സാണ്. ഇരിക്കൂറിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ മക്കളാണ് നമ്മുടെ വിദ്യാലയത്തിലെ ഭൂരിഭാഗം കുട്ടികളും. തേച്ചു മിനുക്കിയാൽ തിളങ്ങുന്ന സമുദ്രത്തിനടിയിലെ മുത്തുകൾ പോലെയാണ് നമ്മുടെ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങൾ. ഏത് സാഹചര്യവുമായും പൊരുത്തപ്പെട്ട് ജീവിത വിജയം നേടാൻ കഴിവുള്ള കുട്ടികൾ. സംസ്ഥാന ദേശീയ അധ്യാപക അവാർഡ് നേടിയ ശശി മാസ്റ്റർ അടക്കമുള്ള കർമ്മനിരതരായ, അർപ്പണബോധമുള്ള, മാതൃവാത്സല്യമുള്ള അധ്യാപകന്മാർ നമ്മുടെ വിദ്യാലയത്തിന് കൈമുതലായുണ്ട്. വിദ്യാലയത്തിനുണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകരുടെയും കൂട്ടായ്മയും സഹകരണവും സേവന മനോഭാവവും മാത്രമാണ്. രക്ഷിതാക്കളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ പ്രീ പ്രൈമറി വിഭാഗം അധ്യാപകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ പ്രവേശനോത്സവത്തോടു കൂടിയാണ് 2014-15 വിദ്യാലയ വർഷം ആരംഭിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശം വായന, പാഠപുസ്തക വിതരണം, 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണം, മധുരപലഹാരം, പാൽപ്പായസം വിതരണം തുടങ്ങിയവ അന്നേ ദിവസം നടത്തുകയുണ്ടായി. ഒരു വർഷത്തേക്കുള്ള ചുമതലകൾ അധ്യാപകർക്ക് നൽകുകയും നേരത്തെ തന്നെ തയ്യാറാക്കിയ വാർഷിക പദ്ധതി പ്രകാരമായിരുന്നു ഈ വർഷം എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത്. കമാലിയ മദ്രസ AUP സ്കൂളിൻ്റെ വാർഷിക ആഘോഷ പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷ, നമുക്കേവർക്കും പ്രിയങ്കരിയായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി TP ഫാത്തിമ, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്താനായി ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും ആദരണീയനും പ്രിയങ്കരനുമായിട്ടുള്ള ഇരിക്കൂറിൻ്റെ സൽപുത്രൻ ശ്രീ കാസിം V. ഇരിക്കൂർ, ഗ്രാമപഞ്ചായത്ത് അംഗവും ഇന്ന് സമ്മാനദാനം നിർവഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട NV വാജിദ്, ഉപഹാര സമർപ്പണം നടത്താനായി എത്തിയിട്ടുള്ള നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ കൂടിയായിട്ടുള്ള ശ്രീ KT അനസ്, ഇരിക്കൂറിൻ്റെ എല്ലാമായിട്ടുള്ള വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലെ കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ കൈത്തിരിയുമായി കഴിഞ്ഞ 50-ലേറെ വർഷക്കാലമായി എല്ലാവരാലും ശ്രദ്ധിച്ചുകൊണ്ട്, എന്നാൽ ആരെയും കൂസാതെ മുന്നോട്ട് നീങ്ങുന്ന, ഇന്നിവിടെ ആശംസ അർപ്പിക്കാനായി എത്തിയിട്ടുള്ള നമ്മുടെ ഈ സ്കൂളിൻ്റെ മുൻ മാനേജർ നമ്മുടെ കായ്മാക്ക, അതുപോലെ വേദിയിൽ ആശംസ അർപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ള സലാമാജിക്ക, അതുപോലെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ KP അബ്ദുൽ അസീസ്, എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ മൊയ്തീൻ കുഞ്ഞു മാസ്റ്റർ, മുനീറുദ്ദീൻ, നമ്മുടെ മദ്രസ സദർ മുഅല്ലിം അബ്ദുൽ സലാം, KP മുരളി, ഇന്ന് ഈ വർഷം നമ്മുടെ കലാലയത്തിൽ നിന്ന് വിടവാങ്ങുന്ന, സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ വിനോദ് മാസ്റ്റർ, അതുപോലെ തന്നെ പങ്കജാക്ഷി ടീച്ചർ, നമ്മുടെ സ്വാഗതമോദിയ CC മായനാജി സാഹിബ്, അതുപോലെ നന്ദി പ്രകാശിപ്പിക്കുന്ന ലക്ഷ്മണൻ സാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ഏറ്റവും മഹത്തുക്കളായിട്ടുള്ള സദസ്യരെ, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, ഏറ്റവും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഈ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഇവിടെ 1000-ലേറെ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന വിദ്യാലയം വിദ്യാർത്ഥികളുടെ എണ്ണം കൊണ്ട് ശോഷിച്ചു വരുന്ന
ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ടീച്ചർ ഇവിടെ വായിച്ചവതരിപ്പിച്ച റിപ്പോർട്ടിൽ നമ്മുടെ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ സ്ട്രെങ്ത്ത് 400-ലേറെ എന്ന് വായിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഒരു പൊതു ലക്ഷണമാണ് ഇതുപോലെയുള്ള എയ്ഡഡ് ഗവൺമെൻറ് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരികയും നമ്മുടെ എല്ലാം പ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ വളർന്നു വരികയും ചെയ്യുന്ന ഒരു പ്രത്യേക കഴിഞ്ഞ 10-15 വർഷത്തിനിപ്പുറം നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം തന്നെ വളർന്നു വരുന്ന ഒരു പ്രതിഭാസമാണ്. ഇരിക്കൂർ കമാലിയ AUP സ്കൂളും ഈ പൊതു പ്രതിഭാസത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇപ്പോൾ ഞാൻ തൊട്ടടുത്ത ശ്രീകണ്ഠാപുരം ആണ്, എല്ലാവർക്കും അറിയാം. ശ്രീകണ്ഠാപുരത്ത് തന്നെ 4-5 ഇംഗ്ലീഷ് മീഡിയം പ്രശസ്തമായ രീതിയിൽ നടക്കുന്ന 4-5 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. ഇരിക്കൂറിലുമുണ്ട് ഇതുപോലെ ഒന്നിലേറെ വളരെ നല്ല നിലയിൽ നടക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഒരു കാലത്ത് വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യമായിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വെള്ളം വില കൊടുത്ത് വാങ്ങി കുടിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയ കാലഘട്ടത്തിൽ വിദ്യയും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഏതൊരു വിധത്തിലുള്ള നമ്മുടെ മനസ്സിൽ കരുണയുടെ ഒരു ഉറവ പൊട്ടുന്ന വിധത്തിലുള്ള നല്ല പൗരന്മാരായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള കഠിന പ്രയത്നം സ്കൂളിൽ നിന്ന് മാത്രമല്ല കുടുംബങ്ങളിൽ വീടുകളിൽ രക്ഷിതാക്കൾ കൂടി നടത്തണം. ഒരു വലിയ ഭാഗ്യം. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ അപേക്ഷിച്ച് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ രക്ഷിതാക്കൾക്ക് ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് എൻ്റെ മകന് കൊടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പ്രത്യേക കാഴ്ചപ്പാടൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ ഇന്ന് നമ്മുടെ രക്ഷിതാക്കളായി വരുന്ന ഈ തലമുറയിലെ രക്ഷിതാക്കൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, നല്ല പദ്ധതിയുണ്ട്. എന്തായിരിക്കണം എൻ്റെ മകൻ്റെ ഭാവി, ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് അവന് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളതോടൊപ്പം നല്ലൊരു പൗരനായിട്ട് മതനിരപേക്ഷ കാഴ്ചപ്പാടോടുകൂടി ഈ രാജ്യത്തെയും ഈ സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും സേവിക്കുന്ന നല്ല പൗരന്മാരെ സൃഷ്ടിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസം ഉതകണമെന്ന നല്ല ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയും ഉണ്ടാകും, ഇപ്പോഴും തന്നെ ഉണ്ട്. അത് കൂടുതൽ വളർത്തിക്കൊണ്ടുവരണം എന്ന് മാത്രം എൻ്റെ എളിയ ചിന്തകൾ ബഹുമാന്യരായിട്ടുള്ള രക്ഷിതാക്കളുടെയും അധ്യാപക ശ്രേഷ്ഠന്മാരുടെയും മുമ്പിൽ ഇതുപോലെയുള്ള കാസിം, ഇരിക്കൂർ, അതുപോലെ കായിംക തുടങ്ങിയിട്ടുള്ള മുതിർന്ന ആളുകളുടെ മുമ്പിൽ ഒരു ചെറിയ ധൈര്യം എടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്കേവർക്കും അതുപോലെ തന്നെ ഈ അഭിമാനകരമായ ഒരു പ്രവർത്തനത്തിന് എന്നെ ക്ഷണിച്ച PTA-ക്കും ഇവിടുത്തെ അധ്യാപകർക്കും എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നതോടൊപ്പം 2 വാക്ക് നമ്മൾ പിരിഞ്ഞു പോകുന്ന അധ്യാപക ശ്രേഷ്ഠയെക്കുറിച്ച്. വിനോദ് മാസ്റ്റർ നമ്മുടെ ഈ കണ്ണൂർ ജില്ല എന്നല്ല ഉത്തര കേരളത്തിലെ തന്നെ കായിക വിനോദ മേഖലയിലെ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു പേരാണ്. എവിടെ കായിക മത്സരങ്ങൾ, വിനോദ മത്സരങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ അതിൻ്റെ പ്രതിഫല ഇച്ഛ കൂടാതെ, എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടാകണമെന്ന ഇച്ഛ കൂടാതെ അവിടെ ഓടിയെത്തി ആ കായിക മത്സരങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തി കൊടുക്കാൻ അതിൻ്റെ സംഘാടകരിൽ ഒരാളായിക്കൊണ്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തു കൂടിയാണ് ശ്രീ വിനോദ് മാസ്റ്റർ. ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലക്ക് കേരളോത്സവ വേദികളിലും അതുപോലെ തന്നെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ നടക്കുന്ന മത്സരങ്ങളിലൊക്കെ തന്നെ അതിനു പുറമെ നമ്മുടെ നാട്ടുപുറമെല്ലാം തന്നെ ഇപ്പോഴെന്താണ് ഈ വോളിബോൾ മത്സരങ്ങളുടെയൊക്കെ ഒരു വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടക്കുന്ന വോളിബോൾ മത്സരങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട അമ്പയറും അതിൻ്റെ സംഘാടകനും നടത്തിപ്പുകാരനുമായി കായിക മേഖലയെ ഇത്രയധികം സ്നേഹിച്ച് പ്രവർത്തിക്കുന്ന അധ്യാപക ശ്രേഷ്ഠനായിട്ടുള്ള വിനോദ് മാസ്റ്റർ ഈ സ്കൂളിൽ നിന്ന് പിരിയുമ്പോൾ അത് നമുക്കൊരു നഷ്ടമാണെങ്കിലും അത് നഷ്ടമാകുന്നില്ല. ഈ പ്രദേശത്തെ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും വളരെ കാലം നമുക്കെല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവനം, അദ്ദേഹം ഔപചാരികമായിട്ട് ഇവിടെ അധ്യാപകൻ എന്ന നിലക്കുള്ള പ്രവർത്തനം ഇപ്പോൾ അവസാനിക്കുന്നുണ്ടെങ്കിലും വരും കാലങ്ങളിൽ നമുക്ക് നമ്മുടെ സ്കൂളിന് പ്രത്യേകമായി ലഭിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഇവിടുത്തെ മാനേജ്മെൻറ്റും അധ്യാപകരും ശ്രമിച്ചാൽ
അദ്ദേഹം ഔപചാരികമായി പിരിഞ്ഞാലും നമ്മുടെ സ്കൂളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സേവനം കിട്ടണമെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം വളരെ സന്തോഷകരമായി തീരട്ടെ. അദ്ദേഹത്തിൻ്റെ അനുഭവം ഈ സമൂഹത്തിനൊരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ടീച്ചർ പങ്കജാക്ഷി ടീച്ചർ 2000 ഇവിടെ ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. എങ്കിൽ വളരെ കുറഞ്ഞ കാലം മാത്രമേ ഒരു അധ്യാപകന് 30-32 വർഷത്തെ 35 വർഷത്തിൻ്റെ ഒക്കെ സേവനകാലം കിട്ടുമ്പോൾ പങ്കജാക്ഷി ടീച്ചർ സ്കൂളിൽ ചേരാൻ താമസിച്ചത് കൊണ്ടായിരിക്കാം ഈ 15-16 വർഷത്തെ സേവനകാലമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ കാലയളവിലും ഇരിക്കൂറിൽ അവർ പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒരു കെടാവിളക്കായി നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് അന്യമാകാൻ പാടില്ലാത്തതാണെങ്കിൽ കൂടി നമുക്കത്ര പരിചയമില്ലാത്ത രാഷ്ട്രഭാഷ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുള്ള നല്ലൊരു അധ്യാപികയാണ്. അവരും സർവീസിൽ നിന്ന് പിരിഞ്ഞാലും എനിക്കൊന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് അധികമായി നൽകിയിട്ടുള്ള പാഠങ്ങൾ, ആ പാഠങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയിലിരുന്ന് ഏതാനും കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഔപചാരികതയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഈ സമൂഹം മൊത്തം നിങ്ങളുടെ ക്ലാസ്സാണ്, നിങ്ങളുടെ പഠനമുറിയാണ് എന്ന രീതിയിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ശിഷ്ടജീവിതം വളരെ സന്തോഷകരമായി തീരട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്നെ ക്ഷണിച്ചതിനും ഈ ഒരു അവസരം തന്നതിനും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടിയുടെ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. എൻ്റെ സായാഹ്നത്തിലും ഇരിക്കൂറിൻ്റെ നാടിമിടിപ്പ് മനസ്സിലാക്കുകയും ഇവിടുത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികൾക്ക് സാരഥ്യം വഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കൈമാക്ക, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ എൻ്റെ ബന്ധു കൂടിയായ ഫാത്തിമ, അതുപോലെ തന്നെ ഉദ്ഘാടകനായ പ്രൊഫസർ മെമിസ്, ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിഷസ്, അതുപോലെ തന്നെ മറ്റ് ഗുരുവന്യന്മാർ, PTA എൻ്റെ സാരഥികൾ, എൻ്റെ നല്ലവരായ നാട്ടുകാരെ, പടച്ച തമ്പുരാൻ്റെ കരുണാകടാക്ഷം സദേ നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വൈകുന്നേരം ഈ വഴി കടന്നുപോയ സമയത്ത് വലിയ സന്തോഷമുണ്ടായി. കുറേ സഹോദരിമാർ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തുന്നത് കണ്ടപ്പോൾ എൻ്റെ നാട്ടിനും മാറ്റമുണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആഹ്ലാദം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയുണ്ടായി. 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. വളരെ കൊട്ടിഘോഷത്തോടുകൂടി സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു അത്. കോഴിക്കോട്ട് നിന്ന് പത്രപ്രവർത്തനത്തിൻ്റെ കൃത്യാന്തര ബാഹുല്യങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ച് ഇവിടെ വന്നപ്പോൾ എനിക്കല്പം പ്രയാസമുണ്ടായി. കാരണം വളരെ ശുഷ്കമായ സദസ്സ്, അതുമാത്രമല്ല പരിപാടി എൻ്റെ പ്രതീക്ഷകളെ മുഴുവനും തന്നെ തകിടം മറിക്കുന്നതായിരുന്നു. എൻ്റേതായ ഭാഷയിൽ എൻ്റെ ധർമ്മരോഷം ഞാൻ അന്ന് അവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. എൻ്റെ നാട് ഈ വിധത്തിലാകാൻ പാടില്ല എന്നും ഈ മഹത്തായ സരസ്വതി വിദ്യാലയത്തെ, ഈ കലാകേന്ദ്രത്തെ ഈ നിലക്ക് എൻ്റെ നാട്ടുകാരെ കൊണ്ട് അവഗണിക്കാൻ പാടില്ലായിരുന്നുവെന്നും എൻ്റെ ഭാഷയിൽ അവതരിപ്പിച്ചത് അന്ന് അതിൻ്റെ സംഘാടകർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നറിയില്ല. നമ്മുടെ ഈ സ്ഥാപനവും ഒരു റെക്കമെൻഡേഷന് വേണ്ടി വരുന്ന തരത്തിലേക്ക് നമ്മൾ ഉയർത്താൻ സാധിക്കും. അതിന് ഇതിൻ്റെ PTA മുൻകൈയെടുക്കണം. എനിക്ക് തോന്നുന്നു ഗൾഫിലും അതുപോലത്തെ നാട്ടിലൊക്കെ തന്നെ ഈ പല കാര്യങ്ങൾക്കും വേണ്ടി സ്പോൺസർ ചെയ്യാൻ വേണ്ടി നിരവധി ആൾക്കാരുണ്ട്. ഞാൻ ഫാത്തിമാനോട് ചോദിച്ചു, പഞ്ചായത്ത് വക വല്ലതും കൊടുക്കാൻ പറ്റും? അപ്പം പറഞ്ഞു പഞ്ചായത്ത് വക കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. നമ്മുടെ നിയമം അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു മന്ത്രി ഉണ്ടല്ലോ, മന്ത്രി കാരണം ഗ്രാമവികസന മന്ത്രിയാണ്, മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ കിട്ടാൻ പറ്റുമല്ലോ. അവർ കൈമലർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്തുമാവട്ടെ, നമുക്ക് മുന്നോട്ട് പോകണം. ഈ സ്ഥാപനത്തെ മരിക്കുന്നത് വരെ നമ്മൾ പഠിച്ച സ്കൂള് എന്ന നിലക്ക് നമ്മൾ ഇതിനെ നല്ല നിലയിൽ നിലനിർത്തണം. ഇതിൻ്റെ മുമ്പിൽ ഒരു പൂന്തോട്ടവും അതുപോലെ തന്നെ നല്ല ഭിത്തിയും കുറച്ച് മനാരൊക്കെ ഉണ്ടാവണം. അതിന് PTA സാരഥികൾ മുൻകൈയെടുക്കണം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഉമ്മ പെങ്ങന്മാർ മുഴുവനും തന്നെ ഈ കാര്യത്തിൽ നിങ്ങളോട് സഹകരിക്കും. അത് നിങ്ങൾ മുൻകൈയെടുക്കണമെന്നും ഒരു കാര്യം കൂടി, സ്കൂളിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു സൊവനീർ പ്രസിദ്ധീകരിക്കുമെന്ന് മുൻകാലഘട്ടത്തിൽ തീരുമാനമുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റത് നമ്മുടെ യശസ്വീരനായ P. റഷീദാണ്. റഷീദ് നമ്മോട് വിട പറഞ്ഞു.
ബഹുമാനപ്പെട്ട കായ്മാക്ക വന്നപ്പോൾ തന്നെ ചോദിച്ചു, നമ്മളെ ലേഖനം എഴുത്തു. ഞാൻ പറഞ്ഞു, എൻ്റെ ലേഖനം ഞാനും കൊടുത്തിരുന്നു, കാണുന്നില്ല, എനിക്ക് തോന്നുന്നു ഇവിടെ ലേഖനമുണ്ട് എന്ന്. അടുത്ത വാർഷികത്തിലെങ്കിലും ഈ കമാലി സ്കൂളിൻ്റെ ചരിത്രത്തോടൊപ്പം അത്തരം ഒരു സുവനീർ പ്രസിദ്ധീകരിക്കാനും ഇതിൻ്റെ സംഘാടകർ തുനിയണമെന്നും ഇത്തരം എല്ലാ സംരംഭത്തോടും ഒരു പത്രപ്രവർത്തന നിലക്ക്, ഒരു സാമൂഹ്യ പ്രവർത്തന നിലക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാൻ നമ്മളെ തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷ വഹിക്കുന്ന ശ്രീമതി TP ഫാത്തിമ, പ്രസിഡന്റ് ഇരിക്കൂർ പഞ്ചായത്ത്, സ്വാഗത പ്രസംഗം നടത്തിയ CC മായന്നാജി PTA പ്രസിഡന്റ്, റിപ്പോർട്ട് അവതരിച്ച ശ്രീമതി P അനിത ടീച്ചർ, ഉദ്ഘാടന പ്രസംഗം നടത്തിയ പ്രൊഫസർ CS മേമി, മുഖ്യപ്രഭാഷണം നടത്തിയ കാസിം V ഇരിക്കൂർ. പിന്നെ ഇവിടെ യഥാർത്ഥത്തിൽ നടക്കേണ്ടിയിരുന്നത് സമ്മാനദാനവും ഉപഹാര സമർപ്പണവുമാണ്. എൻ്റെ അപേക്ഷ പ്രകാരം എന്നെ ആശംസക്കാദ്യം ക്ഷണിക്കണം എന്ന് എൻ്റെ അഭ്യർത്ഥനപരമാണ് ഈ ആശംസക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അതിന് ഞാൻ ആദ്യമായി ഇതിനോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ കമാലിയ മദ്രസ ഹൈസ്കൂളിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ നിർബന്ധമായും പങ്കെടുക്കണം എന്നെനിക്ക് തോന്നി. കാരണം എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഇതുമായിട്ടുള്ള എല്ലാ പരിപാടിയിലും കഴിയുന്നിടത്തോടും പങ്കെടുക്കുക, സഹകരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വൈകാരികമായ ഒരു അഭിലാഷം കൂടിയാണ്. കാരണം ദീർഘകാലം ഇതിൻ്റെ ഈ സ്കൂളുമായിട്ടുള്ള ബന്ധമുണ്ട്. ആദ്യമായി ഇതിൻ്റെ പ്രസിഡന്റ് എന്ന് എൻ്റെ ബാപ്പ കണാക്കുൽ ഖാദറാജിയും ഇതിനും KV പോക്കർ സാഹിബ് സെക്രട്ടറിയുമായിരുന്നു. ആ സമയത്ത് എൻ്റെ ബാപ്പ മനുഷ്യന് തുടർന്നാണ് എന്നെ ആദ്യമായി ഇതിൻ്റെ അധ്യക്ഷനാക്കിയത്. അപ്പോൾ കൂടുതലായി ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയില്ല. ഇവിടെ any ആവശ്യം ഏത് വിദ്യാലയത്തിനും അതിൻ്റെ നിരന്തരമായ ഒരു മേൽനോട്ടവും അതോടൊപ്പം തുടർന്നായുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു സംവിധാനമായിരിക്കണം എന്നുകൊണ്ട് ഞാൻ സ്വയം തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഒഴിയുകയും ചെയ്തതാണ്. അത് ഞാൻ പ്രതീക്ഷിച്ച പ്രതീക്ഷ ഏറ്റവും സഫലമായി എന്നാണ് എനിക്കിപ്പോൾ വളരെ സംതൃപ്തിയുണ്ട്. കാരണം അതിനെ പിന്നീട് വന്ന ഭാരവാഹികൾ ഇതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കാലികമായി